തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ ബി.ജെ.പി മത്സരിച്ച 2000-ഓളം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളിൽ ജയിച്ചത് 25 പേർ മാത്രം. ക്രൈസ്തവ വോട്ടിനായുള്ള പ്രീണനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാളി എന്ന് വിലയിരുത്തലാണ് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ആ പദത്തിലേക്ക് അനൂപ് ആന്റണിയെയും വൈസ് പ്രസിഡന്റായി ഷോൺ ജോർജിനെയും കൊണ്ടുവന്ന ശേഷവും ക്രിസ്ത്യൻ വോട്ട് ആകർഷിക്കാനായില്ല. ന്യൂനപക്ഷ മോർച്ചയുടെ പ്രഭാരി സ്ഥാനം ഷോൺ ഒഴിയുന്ന ചർച്ചകളും പാർട്ടിയിൽ സജീവമാണ്. അവർക്ക് നീതി നൽകണ വരെ ബി.ജെ.പി കേരളത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും വേണമെങ്കിൽ ഞാനും അവിടെ പോയി അവർക്ക് വേണ്ട സഹായവും വേണ്ട സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും, കൂടെ ഉണ്ടാവും ഞങ്ങൾ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ മോചനം അടക്കം ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന്റെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടികളെല്ലാം പാളിപ്പോയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിലാകെ ബി.ജെ.പി മത്സരിപ്പിച്ചത് 2000-ഓളം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളാണ്. ഇതിൽ വിജയിച്ചത് 25 പേർ മാത്രമാണ്. അതായത് കയ്യിലുണ്ടായിരുന്ന ഹിന്ദു വോട്ട് നഷ്ടമാവുകയും ചെയ്തു. പുതിയതായി ക്രിസ്ത്യൻ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് വന്നുമില്ല. അതുകൊണ്ടാണല്ലോ 2020 ബി.ജെ.പി നേടിയ 17.2% വോട്ട് എന്നത് ഇത്തവണ 14.71% കൂപ്പുകുത്തിയത്. സംസ്ഥാനത്താകെയുള്ള 23,612 വാർഡുകളിൽ ബി.ജെ.പി ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് 2000-ഓളം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു. 1926 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നുവെന്നാണ് ബി.ജെ.പി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിൽ വിജയിച്ചത് വെറും 25 പേർ മാത്രമാണ്. 14 ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിച്ചെങ്കിലും 25 പേർ വിജയിച്ചത് 8 ജില്ലകളിൽ മാത്രമാണ്. വിജയിച്ച ക്രിസ്ത്യൻ വിഭാഗത്തിലെ സ്ഥാനാർത്ഥികൾ ഇങ്ങനെയാണ്: കോട്ടയത്ത് 12 പേർ, ആലപ്പുഴയിൽ 3 പേർ, തൃശ്ശൂരിൽ 3 പേർ, കണ്ണൂരിലും പത്തനംതിട്ടയിലും എറണാകുളത്തും 2 പേർ വീതം, കൊല്ലത്ത് 1 ആൾ. ഇതാണ് വിജയിച്ചവരുടെ കണക്ക്. പാർട്ടി വിശദമായിട്ട് വിലയിരുത്തൽ നടത്തിയിട്ട് കഴിഞ്ഞ ദിവസം എം.ടി. രമേശ് ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരിച്ചതാണ് പാർട്ടിയുടെ നിലപാട്. അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. എം.ടി. രമേശ് പറഞ്ഞത് വേണമെങ്കിൽ പ്രസ്താവന എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരാം. അതായത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം നടപ്പാക്കിയ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടികളെല്ലാം പാളിപ്പോയെന്ന് ഈ കണക്കുകളിൽ വ്യക്തമാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി അനൂപ് ആന്റണിയെയും വൈസ് പ്രസിഡന്റായി ഷോൺ ജോർജിനെയും പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതും ക്രിസ്ത്യൻ വോട്ട് ആകർഷിക്കാനായിരുന്നു. എന്നിട്ടും ക്രിസ്ത്യൻ വോട്ട് നേടാത്തത് പാളിച്ചയായി നേതൃത്വം വിലയിരുത്തുന്നു. ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജിന്റെ തട്ടകമായ കോട്ടയത്തെ പ്രകടനം ഇങ്ങനെയാണ്: ക്രിസ്ത്യൻ വോട്ട് ഏറ്റവും അധികം പ്രതീക്ഷിച്ച ബി.ജെ.പിയുടെ കോട്ടയം ഈസ്റ്റ് ജില്ലയിൽ മത്സരിപ്പിച്ചത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള 96 സ്ഥാനാർത്ഥികളെയായിരുന്നു. വിജയിച്ചത് 8 പേർ മാത്രം. ഇതുതന്നെയാണ് കോട്ടയത്തെ മറ്റു പല പഞ്ചായത്തുകളിലെയും അവസ്ഥ. മുത്തോലി പഞ്ചായത്തിൽ 2020 6 പേർ വിജയിച്ച് ഭരണം നേടിയ സ്ഥാനത്ത് ഇത്തവണ ഭരണം നഷ്ടമായെന്ന് മാത്രമല്ല, ജയിച്ചത് 2 പേർ മാത്രം. പാലാ മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ച 7 പേരും തോറ്റു. ഷോൺ ജോർജ് താമര വിരിയുമെന്ന് പ്രഖ്യാപിച്ച ഈരാറ്റുപേട്ടയിലെ 4 സീറ്റിലും തോറ്റു. ക്രിസ്ത്യൻ വോട്ട് നേടുന്നതിനുള്ള തന്ത്രങ്ങളെല്ലാം പാളിയതിനാൽ സംസ്ഥാന നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. ന്യൂനപക്ഷ മോർച്ചയുടെ ചുമതലക്കാരനായ പ്രഭാരി സ്ഥാനത്ത് നിന്ന് ഷോൺ ജോർജ് മാറുന്നതടക്കമുള്ള ആലോചനകൾ സജീവമായി നടക്കുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ തട്ടകമായ പത്തനംതിട്ടയിൽ എന്തായിരുന്നു പാർട്ടിയുടെ പ്രകടനമെന്ന് ഇനി നോക്കാം. പത്തനംതിട്ടയിൽ ബി.ജെ.പി മത്സരിപ്പിച്ച 51 ക്രിസ്ത്യൻ വിഭാഗത്തിലെ സ്ഥാനാർത്ഥികളിൽ ജയിച്ചത് 2 പേർ മാത്രമാണ്. അനൂപ് ആന്റണിയുടെ തട്ടകമായ തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെ 2 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളും തോറ്റു. പന്തളം മുനിസിപ്പാലിറ്റിയിൽ 2020 ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് 2 കൗൺസിലർമാരുണ്ടായിരുന്നു. ഇത്തവണ ആരും ജയിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ട് നേടുക കേരളത്തിലെ ബി.ജെ.പിക്ക് മുന്നിൽ ബാലികേറ മലയായി നിൽക്കുകയാണ്. 2 മാസത്തിനപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ട് പിടിച്ചു നിർത്താൻ പുതിയ തന്ത്രം സ്വീകരിക്കണമോ അതോ അടിസ്ഥാന ബി.ജെ.പി വോട്ടുകൾ പിടിച്ചു നിർത്തണമോ? ഇതാണ് നേതൃത്വത്തിന് മുന്നിലുള്ള വലിയ ചോദ്യം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.